റിദാൻ വധക്കേസ് ഇടപെണ്ണ എൻ്റെ നാട്ടിലാണല്ലോ. അപ്പം അന്നേ ഇതിലൊരു ഒരു ഒരു സംശയം ആളുകളൊക്കെ അന്ന് എന്താ പറയുക ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പോലീസിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഈ രണ്ടാം ഭരണത്തിൽ ആര് വന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുന്ന ഓഫീസർമാർ മനുഷ്യത്തല്ലോല് ചിലരൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് വിളിച്ച് പറയാൻ നോക്കണം കേട്ടോ. ഈ സുജിത് ദാസിനെ ഈ 3 കൊല്ലത്തിനിടക്ക് 1 or 2 പ്രാവശ്യം, അതും ഈ പോലീസുകാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട്, അമ്മക്ക് ക്യാൻസർ, ഭാര്യയ്ക്ക് കിഡ്നി പേഷ്യൻ്റ്, പിന്നെന്താ ഒന്നും കൂടെ ഉണ്ട്, കുട്ടിക്ക് വളർച്ചയില്ലായ്മ, ഒരു പോലീസുകാരൻ പാവം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു 10-70 കിലോമീറ്റർ അപ്പുറത്തേക്ക് തട്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ ട്രാഫിക്കിലാണ് കൊടുത്തത്. വലിയ സൗകര്യം അന്ന് എപ്പോഴെങ്കിലും ഊരിപ്പോരാ. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെയാണ് മനുഷ്യത്വപരമായി ഇത് കൺസിഡർ ചെയ്യണം, ഒരു 10-25 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ആക്കി കൊടുത്താൽ അദ്ദേഹത്തിന് വരുന്നു. ഈ ചങ്ങാതി എന്താ ചെയ്താറേ, നിങ്ങൾ ട്രാഫിക്കിൽ നിന്ന് എടുത്തിട്ട് അവൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് ഇട്ടു. ഇതാണ് പോലീസ് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ഒരുപാട് പോലീസുകാർ അവരുടെ അനുഭവങ്ങളൊന്നും സ്വകാര്യത്തിൽ ചോദിച്ചു നോക്കണ്ട്. ജനങ്ങളെ മാത്രമല്ല, ഇതാണ് ടെറർ, എന്താ പറയാ, ടെറർ എന്ന് പറയും, പേടിപ്പിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതൊന്നും നടക്കണ ഒരു ലക്ഷണമില്ല. അപ്പോഴാണ് വീണ്ടും ഞാൻ പത്രസമ്മേളനം നടത്തിയത്. തെളിവ് നശിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ജനങ്ങൾ, നിങ്ങൾ അറിയേണ്ട ഒറ്റ കാര്യം, ഇപ്പം ഈ കള്ളക്കടത്തും റിദാൻ വധക്കേസും മാമി കേസൊക്കെ അന്വേഷിച്ച് കുറേ പണിയുണ്ടല്ലോ. ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് DGPക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങിപ്പോടാ അവിടുന്ന് പറയാൻ ഉള്ള തെളിവാണ്, ഡോക്യുമെന്റഡ് തെളിവാണ്. ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിൻ്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടാവണില്ല. വിജിലൻസ് ഇങ്ങനെ അന്വേഷിക്കുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന 11 മണിക്ക് മുമ്പ്, 4 ദിവസം മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. തിരുവനന്തപുരത്ത് ഇയാൾ 35 ലക്ഷത്തിന് 33,80,000 ഫ്ലാറ്റ് വാങ്ങി, 10ാമത്തെ ദിവസം 65 ലക്ഷത്തിന് മറിച്ചു വിറ്റു. ആധാരത്തിൻ്റെ കാര്യമായി പറയുന്നത്. ആധാരം നിങ്ങളൊക്കെ ചാനൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ സാധനം ഞാൻ 11 മണിൻ്റെ മുമ്പ് പുറത്ത് വിടുക, ഇതെങ്കിലും കണ്ടിട്ട് CM ഒന്ന് അടങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കാൻ. അതിന് മുമ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് എന്താ പറയുക കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസം 2 ദിവസം പോലീസുകാർ അന്വേഷിച്ചെങ്കിലേ ആ 2-3 സംഗതികൾ കൂട്ടിമുട്ടുള്ളൂ. ഇത് പച്ചയായി 33,80,000 രൂപ ക്യാഷ് ആധാരത്തിൽ എഴുതിയിരിക്കുന്നു. റൊക്കമായി പണം കിട്ടി ബോധിച്ചു. പിന്നെ 10ാമത്തെ ദിവസം 65 ലക്ഷത്തിന് മറിച്ചു വെക്കുമ്പോൾ ആ 65 ലക്ഷം പണമായി സ്വീകരിച്ചിരിക്കുന്നു. ഇതാ ഡോക്യുമെന്റ്. ഒറ്റ പോലീസുകാരനാ DGP ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം രജിസ്ട്രാർ ഓഫീസിൽ പോയിക്കെ 1 മണിക്കൂർ കൊണ്ട് ഈ ഡോക്യുമെന്റ് ശരിയാണെന്ന് പറയാം. നെറ്റ് തന്നെ കിട്ടും, എല്ലാവർക്കും കിട്ടും. ഞാൻ ആ ലിങ്ക് വിട്ടിരുന്നല്ലോ. എന്ത് ഇദ്ദേഹത്തെ തൊടാത്തത്? അപ്പൊ തെളിവ് കൊടുത്ത കേസ് 6 മാസത്തെ വിജിലൻസിന് അന്വേഷണത്തിന് കൊടുത്തു. മറ്റൊക്കെ 1 മാസമാണ്. ഇതെന്ത് നീതി? ഇവിടെയാണ് വിഷയം. ഇവിടെയാണ് RSS കടന്നു വരുന്നത്. വേണ്ടാത്ത പല പണിയും ഈ ADGP അജിത് കുമാറിന് വെച്ച് ഇവർ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിലപ്പുറമുള്ള തെളിവ് ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? 11 മണിക്ക് CM നടത്തുന്ന പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഇത് വാട്സാപ്പിൽ അവിടുത്തെ ചില എനിക്കറിവുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ അയച്ചു കൊടുത്തു. ഒന്ന് കൊണ്ടേ കാണിച്ചു കൊടുക്കണം പ്ലീസ്. ഇതാണ് ഇതിൻ്റെ സ്ഥിതി. ഒരനക്കൂല, അനങ്ങൂല. നമ്മൾ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ, കുട്ടിയും തള്ളയും കൂടി വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് ഒലിച്ചു പോകുമ്പം ആ അവസാനത്തെ കെട്ടിപ്പിടുത്തം, പിന്നെ മരിച്ച അവിടെ പിരിയാണല്ലോ, ആ പിടുത്തം ഇങ്ങനെ പിടിച്ചിരിക്കുക. എന്തിനാണ് സഖാക്കളെ? എന്തിനാണ് സഖാക്കളെ? ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി?
ഈ പാർട്ടി ഇതിന് ഉത്തരം പറയണ്ടേ? അഭ്യർത്ഥിച്ചു എന്നോട് നിർത്താൻ, ഞാൻ നിർത്തി. കത്ത് കൊടുത്തു. ഞാൻ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു, കേസ് അന്വേഷണം സത്യസന്ധമായി നടക്കണം. ആ ഉത്തരവാദിത്തം പാർട്ടിയെയും ഞാൻ ഏൽപ്പിക്കുകയാണ്, ഏറ്റു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം നടന്നെന്താ? റിദാൻ വധക്കേസ് എടവണ്ണ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത് കോടതിയിൽ കിടക്കുകയാണ്. അതാണ് ഞാൻ പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലൊന്ന്. ഈ SITയുടെ കീഴിൽ പുനരന്വേഷണം ഒരു ഭാഗത്ത് നടക്കുക. ആ പുനരന്വേഷണത്തിനെ മറികടക്കാൻ അതിലൊരു ഓഫീസറുണ്ട്, തിരക്കടില്ലാത്ത, എനിക്കറിയത്. അപ്പൊ അതിനെ മറികടക്കാൻ എന്താ മാർഗം? ഒരാളുടെയും ഈ പറയുന്ന DGPയുടെ മൂക്കിന് താഴെ BJPയുടെ പെർമിഷൻ ഇല്ലാതെ DGP സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എടവണ്ണയിലെ റിദാൻ വധക്കേസിൽ എടവണ്ണ പോലീസ് പോയിട്ട് മഞ്ചേരി കോടതിയിൽ ഒരു പെറ്റീഷൻ ഇടുക. എന്താ പെറ്റീഷൻ? അപ്പം അവിടെ എടവണ്ണ പോലീസിലുള്ള പോലീസുകാരെ കുഴപ്പമില്ല കേട്ടോ, ഞാൻ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അത് മുകളിൽ നിന്ന് ഓർഡർ വന്നാൽ ഈ സാധുക്കൊക്കെ അത് ചെയ്യല്ല എന്ന് നിർത്തില്ല. എന്ത് ചെയ്തു? നേരെ മഞ്ചേരി കോടതി പോയിട്ട് ഒരു കത്ത പോലീസിൻ്റെ വക. എന്താ വക? റിദാൻ വധക്കേസിൻ്റെ വിചാരണ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം. എന്താ കാരണം? റിദാന്റെ ഫോണൊന്നും കിട്ടിയിട്ടില്ലല്ലോ. പ്രിയമുള്ളവരെ, ആ ഫോണ് തട്ടിയെടുക്കാൻ വന്നവരാണ് ഈ കടും കൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ 2 കുടുംബവുമായി ഞാൻ സംസാരിച്ചു. മരിച്ച റിദാൻ ഫാസിലിന്റെ കുടുംബം 2 രീതിയിൽ സംശയിക്കുന്നു. ഒന്ന്, ഷാൻ ഒറ്റയ്ക്ക് ഒരിക്കലും അവനെ കൊല്ലാൻ കഴിയില്ല. 2, ഇതിൽ വേറെ പല ആളുകളുണ്ട്. 3, ഷാനും റിദാനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, അവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. ആ കുടുംബങ്ങളും. ഈ ഷാനിനെ പോയി ഞാൻ കണ്ടു, വിളിപ്പിച്ചു. ഞാൻ ഒരുപാട് ആളുകളെ വിളിപ്പിച്ചിരുന്നു. പണ്ടല്ലേ മറ്റേ കള്ളക്കടത്ത് സംഘത്തിൻ്റെ പിന്നാമ്പുറമാണ്, നിന്നെ കൊടുക്കാൻ ഒരു പണിയിൽ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ മതി. ഈ കൊണ്ടുവന്നവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അപ്പൊ ഞാൻ 2 കൂട്ടരെയും വിളിപ്പിച്ചു. മരിച്ചവന് പറയാൻ കൊന്നു എന്ന് പറയുന്ന ആംഗിൾ കേട്ടാൽ ഒരു സാധാ പോലീസുകാരെ അന്വേഷിച്ചാൽ മതി. ആ രീതിയിലാണ് കാര്യത്തിന്റെ കിടപ്പ്. കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്കിവിടെ പറയാൻ പ്രയാസമുണ്ട്. ഞാൻ മൊഴി കൊടുത്ത പോലീസിന് ആ കാര്യങ്ങൾ മുഴുവൻ ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. SIT മെല്ലെ അന്വേഷണം നടക്കുന്നതിൻ്റെ ഇടയിലാണ് എടവണ്ണ പോലീസ് പോയിട്ട് കോടതിയിൽ കൊണ്ട് കൊടുക്കുന്നു. റിദാൻ ഫാസിലിൻ്റെ ഫോണുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം വേണം. ഫോണ് കിട്ടിയെന്നല്ല, ഫോണുമായി ബന്ധപ്പെട്ട സൂചന. എന്താണാവാ സൂചന? പോലീസിന്റെ ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ല. നമ്മൾ കുറേ കേസൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഹൈക്കോടതിയിലെ വക്കീലന്മാരുമായി സംസാരിച്ച് ഒരിക്കലും അത് പ്രാക്ടിക്കൽ അല്ല, ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെ. അപ്പം എന്താ SIT ഇനിയിപ്പോൾ എന്താ മാർഗം? SITക്ക് അത് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം എന്താ? കോടതി ഇവരോട് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. ജില്ലാ ജഡ്ജിന്റെ ഓർഡറിന്റെ താഴെയാണ് DGP ഇട്ട ഓർഡറാണ് SIT അന്വേഷിക്കാൻ. ആ ഓർഡറിനെ മറികടന്നുകൊണ്ട് ജില്ലാ ജഡ്ജി ഒരു ഓർഡർ ഇട്ടാൽ അതേ ഉണ്ടാവുള്ളൂ. ഇതും കൂടി വന്നപ്പോൾ ഞാൻ വീണ്ടും കത്ത് കൊടുത്തു. ഞാൻ ഈ നിൽക്കൂലട്ടോ എന്ന് പറഞ്ഞു. പാർട്ടിയുമായി ബന്ധപ്പെട്ട് പാർട്ടി ഇനിയും ഇതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് പ്രയാസമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം. ആ പത്രസമ്മേളനം ഞാൻ പറയണ്ടല്ലോ. പിന്നെ ഞാൻ ആരെ കാത്താണ് നിൽക്കേണ്ടത്? പ്രിയപ്പെട്ട സഖാക്കൾ പറയണം, ഞാൻ ഇനി എന്ത് ചെയ്യണം? സഖാക്കൾ എനിക്കതിന് മറുപടി തരണം. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇടപെട്ടത്, ഒരു പാർട്ടി സഖാവിനും അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത, ഒരു പൊതുവിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത, പോലീസിന്റെ അപ്രമാദിത്വത്തിന് മുന്നിൽ തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. മിക്ക സ്റ്റേഷനുകളിലും
പാർട്ടി സെക്രട്ടറി പോലും പറഞ്ഞാൽ ഫോൺ എടുക്കാത്തവർ എന്തിനേറെ പറയുന്നു MLA വിളിച്ചാൽ ഇത് MLA ആണ്, നിലമ്പൂർ MLA ആണ്, ഒരൊറ്റ അടി പോയി കൊടുക്കാൻ തോന്നും. ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ, ജനങ്ങളെ വെല്ലുവിളിക്കുന്നു. ആരാ ഒരു ജനപ്രതിനിധി, ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ ഇത് ചോദ്യം ചെയ്യാൻ അവകാശം ജനങ്ങൾക്കുണ്ട്. അത് ആദ്യം വരെ മനസ്സിലാക്കണം. ഈ കണ്ടു കാണപ്പെട്ടവർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കീശയിൽ നിന്നാണ്. ആ ജനങ്ങളെ പറഞ്ഞു കേൾക്കാൻ ഈ നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥരും ബാധ്യസ്ഥരും. അതിന് ജനങ്ങൾക്ക് ബോധം വേണ്ടേ? ഞാൻ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു 4 ആളെ വെച്ചൊരു കട നടത്തുന്നു വിചാരിക്കാം. അപ്പം അതിൻ്റെ മുതലാളിയോ മാനേജറോ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കൂലേ? കേൾക്കുമെന്ന് കേൾക്കൂലേ? ഒന്ന് ഉറക്കെ പറയേ. എന്ത് പിന്നെ ശബ്ദമില്ലാത്ത